ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫാൻസി ആയിട്ടൊരു ഓംലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്വിസ് റോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഓംലെറ്റ് വെച്ചിട്ടൊരു സ്വിസ് റോൾ ഉണ്ടാക്കിയാൽ ഇന്ന് നമ്മുടെ കിഡ്സിനെ പറ്റിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം സ്പൈസ് മിക്സ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഒക്കെ 1/4 ടീസ്പൂണാണ് കേട്ടോ അതിൻ്റെ മെഷർമെൻറ്റ്സ്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അനിയൻ പൗഡറും 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ KFC ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ആ സെയിം സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ കുറച്ച് ഒറിഗാനോ ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ സ്പൈസ് മിക്സ്. ഇനി നമുക്ക് ഒരു 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ നോർമലി ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടല്ലേ കിട്ടുക. അപ്പോൾ ഇതിനൊന്ന് ബീറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫ്ലഫി ആയിട്ട് നമുക്ക് നമ്മുടെ ഓംലെറ്റ്സ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മാറ്റി വെക്കാൻ പോവാണ്. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ബീറ്റ് ചെയ്ത ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഇതാവും കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മറിച്ചിടുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് താണു പോകും, കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറച്ച് ഫ്ലഫി ആയിട്ട് ഞാൻ ഇരിക്കുക. ഇനി ഇതിലേക്ക് സ്പൈസ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മയണൈസും കുറച്ച് കെച്ചപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജാമിന് പകരം സ്വിസ് റോളിൽ നമ്മൾ ജാം അല്ലെങ്കിൽ ക്രീം അല്ല യൂസ് ചെയ്യുക. അതിന് പകരം നമുക്ക് മയണൈസും കെച്ചപ്പും ചേർത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ റോൾ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് സ്വിസ് റോൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വളരെ ഈസിയാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു KFCയുടെ ഒക്കെ ഒരു ആ ഫാമിലിയിൽ പെട്ടൊരു ടേസ്റ്റാണ്. എന്തായാലും പെട്ടെന്ന് നമുക്ക് മീറ്റും ഇറച്ചിയും കോഴിയും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഐറ്റംസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കിഡ്സും ഹാപ്പി ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വളരെ സിമ്പിളല്ല, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ അല്ലേ വേണ്ടുള്ളൂ. പിന്നെ അനിയൻ പൗഡർ ഗാർലിക് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് ആക്കുക, കുഴപ്പമില്ല. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക്സ് തന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ നിഷ സൈനിങ് ഓഫ്. ടേക്ക് കെയർ.